അവരുടെ ഹസദ് കൊണ്ട് അവർക്ക് സമ്മതിക്കാൻ കഴിയുന്നില്ല. ആ അസൂയ എങ്ങനെ മൂർജിച്ച് വന്നിട്ടാണ് ആളുകൾ വിശുദ്ധ ദീനിന്റെ മഹത്വം മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുമ്പോഴൊക്കെ ഹസദ് കൂടുകയാണ്. അങ്ങനെ കൂടുമ്പോഴൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഓരോന്നും ഓരോ ടൈമിലും ചെയ്യാണ്. എത്ര പെട്ടെന്നാണ് ഖൈബർ ഫത്ഹായത്. ആ ഖൈബർ ഫത്ഹായതിലെ രോഷം തീർക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല ഒരു സദ്യ അവിടെ സംഘടിപ്പിച്ചത്, ഭക്ഷണം ഒരുക്കിയിട്ട്. ആ ഭക്ഷണം ഇങ്ങനെ തീന്മേശയിൽ ഇങ്ങനെ വിളമ്പ് റെഡിയാക്കി വെച്ചു. 1-ാം നമ്പർ ആട്ടിറച്ചിയല്ലേ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവച്ച് തൊട്ടതിന് ശേഷം സ്വഹാബത്തൊക്കെ തൊടുള്ളൂ. തങ്ങൾ കയ്യിലേക്ക് ഇങ്ങനെ ഒരു പിടി എടുത്തപ്പോഴേക്ക് തന്നെ സ്വഹാബത്തിനോട് പറഞ്ഞു, ആരും കഴിക്കരുത്. തങ്ങൾ തുടങ്ങിയല്ലോ എന്ന രീതിയിൽ ഒരു സ്വഹാബി ഒരു അല്പം വായിലേക്കിട്ട് ആരംഭിച്ചപ്പോഴേക്ക് അത് ഉള്ളിലേക്ക് വലിഞ്ഞു. ഒരു സ്വഹാബി ദാരുണമായി മരണപ്പെട്ടുപോയി. ആ മരണപ്പെട്ടതിന്റെ പേരിൽ വിഷം പുരട്ടിയ ആ പെണ്ണിന്, ആ ആണിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പേരിൽ ഖിസാസ് നൽകി. വിഷം പുരട്ടിയ പാചകം ചെയ്ത പെണ്ണിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ മാംസം ആരാ പാചകം ചെയ്തത്? അപ്പൊ ആ പെണ്ണ് വന്നു. മാംസം ഉണ്ടാക്കി റെഡിയാക്കി വേവിച്ച പെണ്ണ് വന്നു. ആ പെണ്ണിനോട് ചോദിച്ചു, നീ എന്തിനാ അതിൽ വിഷം ചേർത്തെന്ന് ചോദിച്ചു. അപ്പൊ ആ പെണ്ണിന്റെ മറുപടി എന്താന്ന് പറയാ, ജൂതന്മാര് പറയാൻ പറഞ്ഞു കൊടുത്ത മറുപടി, ഇൻകുന്ത നബിയൻ ലാ യദുറുക, നിങ്ങൾ നബിയാണെങ്കിൽ നിങ്ങൾക്ക് വിഷം ഏൽക്കൂല, നിങ്ങൾക്കറിയാം. പരിശോധനക്ക് ടെസ്റ്റ് ഡോസിന് അത് പരിപാടി. നിങ്ങൾ നബിയാണെങ്കിൽ നിങ്ങൾക്ക് വിഷം ഏൽക്കൂല. വൈൻകുന്ത റജുലൻ ഗൈറഹു, നബിയല്ലാത്ത ആളാണെങ്കിലോ വൈൻകുന്ത റജുലൻ മുതഖവ്വിലൻ ഫയസ്തരിഹുൻ നാസു മിൻക, നിങ്ങൾ നബിയല്ലെങ്കിൽ പിന്നെ ആളുകൾ നിങ്ങളെ പിന്നാലെ ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ അങ്ങ് മരിച്ചുപോയ ആളുകൾക്ക് സ്വസ്ഥമായിട്ട് ജീവിച്ചൂടെ. അങ്ങനെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊന്നും പ്രതികാരം ചെയ്തില്ല. പക്ഷേ വിഷാംശമുള്ള ഭക്ഷണം കഴിച്ചിട്ടൊരു സ്വഹാബി ദാരുണമായി മരണപ്പെട്ടപ്പോ അതിന്റെ പേരിൽ അവിടെ ഖിസാസ് നടപ്പിലാക്കുകയുണ്ടായി. അത്രയും ഉഗ്രൻ വിഷമാണ് സഹോദരങ്ങളെ ഭക്ഷണത്തിൽ പുരട്ടിയിട്ട് ആട്ടിറച്ചി വേവിച്ചു കൊടുത്തിരിക്കുന്നത്. നഊദു ബില്ലാഹ്. ഹസദ് എന്ന് പറയുന്ന രോഗത്തിന്റെ മൂർച്ചയാണത്, ചെറിയ രോഗമല്ലത്.